വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 7. 13-14 വാക്യങ്ങൾ. ഇടുങ്ങിയ വാതിൽ. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവയോ ചുരുക്കം. മിതത്വത്തിൽ ഊന്നിയുള്ള ഇടുങ്ങിയ പാതയാണ് രക്ഷയുടെ പാത. മനുഷ്യന് യേശു നൽകിയ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗികമായ ഒരു അവതരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടെത്തുക. ഇവിടെ പ്രധാനമായും യേശു ഉന്നം വയ്ക്കുന്നത് മനുഷ്യൻ ജീവിതത്തിൽ സ്വീകരിക്കാനിടവരേണ്ട മനോഭാവങ്ങളെ പറ്റിയാണ്. മനുഷ്യന്റെ മനോഭാവം എല്ലാ തരത്തിലും മിതത്വം പാലിക്കുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കേണ്ടതാണ് അവന് നല്ലത് എന്നുള്ളതാണ് യേശുവിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട്. മിതത്വത്തിൻ്റെതായിട്ടുള്ള ആ മനോഭാവം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പക്വതയുടെ ലക്ഷണമായിട്ട് തീരുക. അതാണ് രക്ഷയുടെ മാർഗമായിട്ടും അവന് ഭവിക്കാനിടവരിക. ആ പാതയാണ് ഒരുവനെ ജീവനിലേക്ക് എത്തിക്കാൻ ഉതകുക. ദൈവരാജ്യം അവനായിട്ട് തുറക്കപ്പെടാനുള്ള അവന് കണ്ടെത്താവുന്ന പാത അതായിരിക്കും. എന്നാൽ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ മിതത്വത്തിൻ്റെതായിട്ടുള്ള പാത തിരഞ്ഞെടുക്കുന്നതിന് പകരം ധൂർത്തിൻ്റെതായിട്ടുള്ള, ആർഭാടത്തിൻ്റെതായിട്ടുള്ള, അടിച്ചുപൊളിയുടേതായിട്ടുള്ള ഒരു ജീവിതം, ഒരു ചിന്താരീതി, അതിന്റെ പുറകെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനോഭാവമാണ് പുലർത്തിവരുന്നത്. യേശു മുന്നറിയിപ്പ് നൽകുന്നു, ആ പാത ഒരുവനെ നാശത്തിലേക്ക് വഴിതെളിയിക്കാനേ ഉതകുകയുള്ളൂ. അത് സ്വയം നാശത്തിനും മറ്റുള്ളവരുടെ നാശത്തിനും ആണ് അത് കാരണമായി തീരുക. അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്ന എന്റെ അനുയായികൾ ജീവിതത്തിൽ ഉടനീളം എല്ലാ കാര്യത്തിലും മിതത്വത്തിൻ്റെതായിട്ടുള്ള ഒരു മനോഭാവം സ്വീകരിക്കുകയും അതിനനുസരിച്ച് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുകയും അതനുസരിച്ചായിരിക്കണം അവരുടെ ജീവിത പ്രയാണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത്.